നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് ഈ ഒരു സെപ്റ്റംബർ മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കണ്ടെത്തലാണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് നമുക്കിവിടെ എന്ത് സ്പ്രെഡാണ് കിട്ടിയിരിക്കുന്നതെന്ന്. 3 ഓഫ് സോർട്സ്, ഹൈ പ്രീസ്റ്റസ്, നൈറ്റ് ഓഫ് കപ്സ്, ഫൂള്, 2 ഓഫ് സോർട്സ്, 4 ഓഫ് സോർട്സ്, 6 ഓഫ് പെന്റക്കിൾസ്, കിങ് ഓഫ് കപ്സ്. ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 3 ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട്. അതായത് നമുക്കിത് പറഞ്ഞു തരുന്നത് ഈ ഒരു സെപ്റ്റംബർ മാസത്തിൻ്റെ തുടക്കത്തിൽ ചിലർക്ക് ഇവിടെ വൈകാരികമായ ചില വേദനകൾ മനസ്സിലോട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ അത് പഴയ ഓർമ്മകളോ അല്ലെങ്കിൽ പഴയ ആളുകളോ വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ളതായിട്ടാണ് കാണിക്കുന്നത്. അതാണ് ഈ ഒരു 3 ഓഫ് സോർട്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതൊരു ഹീലിംഗ് പ്രോസസ്സ് ആരംഭിക്കുന്ന ടൈമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഹൈ പ്രീസ്റ്റസ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ശക്തമാകുമെന്നാണ് ഹൈ പ്രീസ്റ്റസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ സെപ്റ്റംബറിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കുമ്പോഴും ആളുകളെ വിശ്വസിക്കുമ്പോഴും നിങ്ങളുടെ സിക്സ്ത് സെൻസിനെ ഇഗ്നോർ ചെയ്യരുത് എന്നും ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ ഒരു ഹൈ പ്രീസ്റ്റസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന ചില സ്വപ്നങ്ങളിലൂടെയും അതുപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷനിലൂടെയും നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ഈ ഒരു മാസം ലഭിക്കുമെന്നും ഈ ഒരു ഹൈ പ്രീസ്റ്റസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ നൈറ്റ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ആരിൽ നിന്നെങ്കിലും ഒരു പ്രപ്പോസലൊക്കെ വരാനായിട്ട് സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വീണ്ടും നിങ്ങളോട് സംസാരിക്കാൻ ആരോ ആഗ്രഹിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയൊരു ഇമോഷണൽ കണക്ഷൻ ലഭിക്കാമെന്നും ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അടുത്ത് നമുക്കിവിടെ ഫൂളാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് പുതിയൊരു തുടക്കത്തെയാണ് ഇത് കാണിക്കുന്നത്. അതുപോലെ തന്നെ പുതിയൊരു തുടക്കം തുടങ്ങുവാനുള്ള ഏറ്റവും നല്ല ഒരു മാസമായിട്ട് ഈ ഒരു സെപ്റ്റംബർ മാസത്തെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റിലെ പെയിൻ വിട്ട് പുതിയ തുടക്കത്തിനായി നിങ്ങൾ ഈ ഒരു മാസത്തിൻ്റെ പകുതിയോടുകൂടി തയ്യാറാകുമെന്നാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് പാസ്റ്റിലെ പെയിനായിട്ട് കാണിക്കുന്നത് ഈ ഒരു 3 ഓഫ് സോർട്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്നും വിട്ട് നിങ്ങൾ ഈ ഒരു ഫുൾ കാർഡിലോട്ട് വരുമെന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഒരു പുതിയ തുടക്കത്തിലോട്ട് നിങ്ങൾ ഈ ഒരു മാസത്തിൻ്റെ പകുതിയോടുകൂടി തന്നെ പ്രവേശിക്കുന്ന ഒരു എനർജിയും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ 2 ഓഫ് സോർട്സ് കിട്ടിയിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു കൺഫ്യൂഷനാണ് കാണിക്കുന്നത്. ഏത് തിരഞ്ഞെടുക്കണം എന്ന് മനസ്സിലാകാതെ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമുക്കിവിടെ ഹൈ പ്രീസ്റ്റസ് കിട്ടിയത് കൊണ്ട് ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ കൂടി ഉപയോഗിച്ച് ഡിസിഷൻ എടുക്കുവാനായിട്ടാണ് പറയുന്നത്. ഈ ഒരു 2 ഓഫ് സോർട്സും കിട്ടിയിട്ടുണ്ട്. അതായത് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനോട് തന്നെ ചോദിക്കുക. നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഉത്തരം കിട്ടുമെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അടുത്ത നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ ഓവർ തിങ്കിങ് ഒഴിവാക്കാനായിട്ട് പറയുന്നുണ്ട്. എനർജി റീചാർജ് ചെയ്യാനായിട്ടുള്ള സമയമാണ് ഈ ഒരു സെപ്റ്റംബർ മാസം എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇത് നിങ്ങളുടെ മെൻ്റൽ പീസിന് വളരെ പ്രാധാന്യമാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാസം നിങ്ങൾക്ക് ഒരു വിശ്രമത്തിൻ്റെ സമയം കൂടിയാണെന്ന് നമുക്ക് ഇവിടെ ഈ ഒരു 4 ഓഫ് സോർട്സ് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 6 ഓഫ് പെന്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. ഇത് ആരോ നിങ്ങളെ സഹായിക്കാൻ എത്തുമെന്നാണ് കാണിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ മറ്റാരെങ്കിലും സഹായിക്കുമെന്നും ഈ ഒരു 6 ഓഫ് പെന്റക്കിൾസ് പറഞ്ഞു തരുന്നുണ്ട്. ആ ഒരു എനർജിയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതായത് ഫിനാൻഷ്യലായും ഇമോഷണലായും നിങ്ങൾക്കൊരു തുല്യത ലഭിക്കാൻ പോകുന്നു എന്ന് ഈ ഒരു 6 ഓഫ് പെന്റക്കിൾസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മാസത്തിൻ്റെ അവസാനത്തോടു കൂടി കിങ് ഓഫ് കപ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു മാസം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇമോഷണൽ ബാലൻസ് ലഭിക്കുമെന്നാണ് കാണിക്കുന്നത്. സെപ്റ്റംബറിൽ ആദ്യ സമയങ്ങളിൽ ഉണ്ടായിരുന്ന പെയിന്, കൺഫ്യൂഷൻ എല്ലാം പതുക്കെ തീരും. അതാണ് ഈ ഒരു കിങ് ഓഫ് കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഈ ഒരു മാസം അവസാനത്തോടു കൂടി കഴിയുമെന്നും ഈ ഒരു കിങ് ഓഫ് കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. അപ്പോൾ ആദ്യം നമുക്കിവിടെ കാണിക്കുന്നത് പെയിനും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടായേക്കാമെങ്കിലും അവസാനം നമുക്ക്
ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇമോഷണൽ ബാലൻസ്, ഹീലിംഗ്, അതുപോലെ തന്നെ ന്യൂ ബിഗിനിങ് ഒക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് മാത്രമല്ല ആത്മീയമായിട്ട് വളരെയധികം താല്പര്യം കൂടി നിൽക്കുന്ന ഒരു മാസം കൂടി ആയിരിക്കും ഈ ഒരു സെപ്റ്റംബർ മാസമെന്നും കാണാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക്